ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായം 36 മുതൽ 40 വരെയും സങ്കീർത്തനങ്ങൾ 89 മുതൽ 92 വരെയും. പുറപ്പാട് അധ്യായം 36. കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിച്ച് വിശുദ്ധ സ്ഥലത്തിൻ്റെ ഓരോ ശുശ്രൂഷ ജോലിയും അറിഞ്ഞു ചെയ്യാൻ ബെസാലേലും ഒഹോലിയാബും കർത്താവ് ജ്ഞാനവും ബുദ്ധിയും നിക്ഷേപിച്ച ജ്ഞാനമതികളിൽ ഓരോ വ്യക്തിയും കർമ്മനിരതരാകണം. വിശുദ്ധ കൂടാരത്തിൻ്റെ നിർമ്മാണം. ബസാലേലിനെയും ഒഹോലിയാബിനെയും കർത്താവ് ഹൃദയത്തിൽ ജ്ഞാനം പകർന്ന ജ്ഞാനമതിയായ ഓരോ വ്യക്തിയെയും ജോലിക്കെത്തി അത് ചെയ്യാനായി ഹൃദയമർപ്പിച്ച സകലരെയും മോശ വിളിച്ചു. മോശയുടെ സാന്നിധ്യത്തിൽ വെച്ച് അവർ വിശുദ്ധ സ്ഥലത്തിൻ്റെ ശുശ്രൂഷാ ദൗത്യം നിർവഹിക്കാനായി ഇസ്രായേലിയർ കൊണ്ടുവന്ന കാണിക്കകളെല്ലാം അതിനായി സ്വീകരിച്ചു. അവരാകട്ടെ തുടർന്നും പ്രഭാതം തോറും സ്വാഭീഷ്ട കാഴ്ച അവൻ്റെ പക്കൽ കൊണ്ടുവന്നിരുന്നു. അതിനാൽ വിശുദ്ധ സ്ഥലത്തിൻ്റെ ജോലിയൊക്കെയും ചെയ്തിരുന്ന വിദഗ്ധരെല്ലാം അവർ ഓരോരുത്തർ ചെയ്തിരുന്ന ജോലി വിട്ടുവന്ന് മോശയോട് ഇപ്രകാരം പറഞ്ഞു: കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷ ദൗത്യ നിർവഹണത്തിനായി ജനം ആവശ്യമുള്ളതിലധികം കൊണ്ടുവന്നു കൂട്ടുകയാണ്. മോശ കൽപ്പിച്ചതിനെ തുടർന്ന് അവർ പാളയത്തിൽ ഇപ്രകാരം സന്ദേശം പ്രചരിപ്പിച്ചു: പുരുഷനോ സ്ത്രീയോ വിശുദ്ധ സ്ഥലത്തിനുള്ള കാണിക്കയായി ഇനിമേൽ പ്രയത്നിക്കേണ്ടതില്ല. അതോടെ അത് കൊണ്ടുവരുന്നതിൽ നിന്നും ജനം പിന്മാറി. എല്ലാ പണിയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാമഗ്രി ശേഖരം അവർക്ക് ആവശ്യത്തിനുണ്ടായിരുന്നു, മിച്ചവുമായിരുന്നു. പണി ചെയ്തവരിൽ ജ്ഞാനമതിയായ ഓരോ വ്യക്തിയും 10 മേൽവരികളുള്ള ഒരാലയമുണ്ടാക്കി. പിരിച്ച ചണം, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ എന്നിവ കൊണ്ട് കെരൂബുകളെയും വിദഗ്ധ സൃഷ്ടിയായി അവർ അവയെ ഉണ്ടാക്കി. ഒരു മേൽവിരിയുടെ നീളം 28 മുഴം, ഒരു മേൽവിരിയുടെ വീതി 4 മുഴം. എല്ലാ മേൽവിരികൾക്കും ഒരേ അളവായിരുന്നു. 5 മേൽവിരികൾ ഒന്നിനോടൊന്ന് അവൻ യോജിപ്പിച്ചു. മറ്റേ 5 മേൽവിരികളും ഒന്നിനോടൊന്ന് യോജിപ്പിച്ചു. കൂട്ടി യോജിപ്പിച്ചതിൽ അഗ്രത്ത് നിന്ന് ആദ്യ മേൽവിരിയുടെ വക്കിൽ നീല നൂൽക്കണ്ണികൾ ഉണ്ടാക്കി. രണ്ടാമത് കൂട്ടി യോജിപ്പിച്ചതിൽ അവസാനത്തെ മേൽവിരിയുടെ വക്കിലും അപ്രകാരം ചെയ്തു. ആദ്യത്തെ മേൽവിരിയിൽ 50 കണ്ണികൾ ഉണ്ടാക്കി. കൂട്ടി യോജിപ്പിച്ച രണ്ടാമത്തെ മേൽവിരിയുടെ അഗ്രത്തിലും 50 കണ്ണികൾ ഉണ്ടാക്കി. കണ്ണികൾ ഒന്നിനോടൊന്ന് നേർക്കായിരുന്നു. അവൻ 50 സ്വർണ്ണ കൊളുത്തുകൾ ഉണ്ടാക്കി. കൊളുത്തുകൾ കൊണ്ട് മേൽവിരികൾ ഒന്നിനോടൊന്ന് യോജിപ്പിച്ചപ്പോൾ ആലയം ഒന്നായി തീർന്നു. കൂടാതെ ആലയത്തിനു മുകളിൽ കൂടാരമായി കോലാട്ടിൻ രോമം കൊണ്ടുള്ള മേൽവിരികൾ അവനുണ്ടാക്കി. 11 മേൽവിരികളായാണ് അവ ഉണ്ടാക്കിയത്. ഒരു മേൽവിരിയുടെ നീളം 30 മുഴം, ആ മേൽവിരിയുടെ വീതി 4 മുഴം. 11 മേൽവിരികൾക്കും ഒരേ അളവ്. 5 മേൽവിരികൾ പ്രത്യേകമായും 6 മേൽവിരികൾ പ്രത്യേകമായും അവൻ യോജിപ്പിച്ചു. കൂട്ടി യോജിപ്പിച്ച മേൽവിരിയുടെ വക്കിൽ അഗ്രഭാഗത്ത് 50 കണ്ണികളും കൂട്ടിച്ചേർത്ത രണ്ടാമത്തെ മേൽവിരിയുടെ വക്കിൽ 50 കണ്ണികളും ഉണ്ടാക്കി. ഒന്നായിരിക്കാൻ കൂടാരം കൂട്ടിച്ചേർക്കുന്നതിന് അവൻ 50 പിച്ചള കൊളുത്തുകൾ ഉണ്ടാക്കി. ഊറയ്ക്കിട്ട മുട്ടാടിൻ തോലിൻ്റെ ഒരാവരണം കൂടാരത്തിനു വേണ്ടി അവൻ ഉണ്ടാക്കി. അതിനു മുകളിലായി നിലക്കരടി തോലിൻ്റെ ഒരാവരണവും. അവൻ ആലയത്തിനായി ലംബമായ കരുവേല തടികൾ കൊണ്ട് ക്രാസികൾ ഉണ്ടാക്കി. ക്രാസി ഒന്നിൻ്റെ വീതി 1.5 മുഴം, ക്രാസിയുടെ നീളം 10 മുഴം. ഒന്നിനോടൊന്ന് കൂട്ടിയിണക്കുന്ന 2 തള്ളുകൾ വീതം ഓരോ ക്രാസിക്കും ഉണ്ടായിരുന്നു. ആലയത്തിൻ്റെ എല്ലാ ക്രാസികൾക്കും അവൻ അപ്രകാരമുണ്ടാക്കി. ആലയത്തിനായി ക്രാസികൾ അവനുണ്ടാക്കി. തെക്കുവശത്ത് തെക്കോട്ട് 20 ക്രാസികൾ. 20 ക്രാസികളുടെ കീഴിലായി 40 വെള്ളി പാദകുടങ്ങൾ അവനുണ്ടാക്കി. ഒരു ക്രാസിയുടെ 2 തള്ളുകൾക്ക് കീഴിലായി 2 പാദകുടങ്ങൾ, മറ്റേ ക്രാസിയുടെ 2 തള്ളുകൾക്ക് കീഴിലായി 2 പാദകുടങ്ങൾ. ആലയത്തിൻ്റെ രണ്ടാമത്തെ വശത്തിനായി, അതായത് വടക്കു വശത്തിനായി 20 ക്രാസികൾ അവനുണ്ടാക്കി. അവയുടെ 40 പാദകുടങ്ങൾ വെള്ളിയായിരുന്നു. ഒരു ക്രാസിക്ക് കീഴിൽ 2 പാദകുടങ്ങൾ, 2 പാദകുടങ്ങൾ മറ്റേ ക്രാസിക്ക് കീഴിൽ. ആലയത്തിന് പിൻഭാഗമായി പടിഞ്ഞാറ് വശത്ത് അവൻ 6 ക്രാസികൾ നിർമ്മിച്ചു. പിൻഭാഗത്ത് ആലയത്തിൻ്റെ മൂലകൾക്കായി 2 ക്രാസികൾ അവനുണ്ടാക്കി. അവ ചുവട് മുതൽ ജോഡിയായിരുന്നു. തലയ്ക്കിലും അവ ജോഡിയായി ഒന്നിച്ച് ഒരേ വളയത്തിലായിരുന്നു. അവ രണ്ടിൻ്റെയും 2 മൂലകൾക്കായി അവൻ അപ്രകാരമുണ്ടാക്കി. 8 ക്രാസുകളുണ്ടായിരുന്നു. അവയുടെ പാദകുടങ്ങൾ വെള്ളിയായിരുന്നു. 16 പാദകുടങ്ങൾ, ഓരോ ക്രാസിയുടെയും ചുവട്ടിൽ 2 പാദകുടങ്ങൾ വീതം. അവൻ കരുവേല തടിയുടെ അഴികളുണ്ടാക്കി.
ആലയത്തിൻ്റെ ഒന്നാമത്തെ വശത്തെ ക്രാസികൾക്ക് 5 എണ്ണം. ആലയത്തിൻ്റെ രണ്ടാമത്തെ വശത്തെ ക്രാസികൾക്ക് 5 അഴികൾ. പിൻഭാഗത്ത് പടിഞ്ഞാറായി ആലയത്തിൻ്റെ ക്രാസികൾക്ക് 5 അഴികൾ. ക്രാസികളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടക്കാനായി നടുവിലത്തെ അഴി അവനുണ്ടാക്കി. അവൻ ക്രാസികൾ സ്വർണം പൊതിഞ്ഞു. അഴികൾക്ക് സങ്കേതങ്ങളായ അവയുടെ വളയങ്ങൾ സ്വർണം കൊണ്ടുണ്ടാക്കി. അഴികളും സ്വർണം പൊതിഞ്ഞു. നീല ധൂമ്ര കടും ചെമുപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ട് അവനൊരു തിരശീലയുണ്ടാക്കി. കെരൂബുകളുള്ള വിദഗ്ധ കലാസൃഷ്ടിയായി അത് സജ്ജമാക്കി. അവൻ അതിന് കരുവേലം കൊണ്ടുള്ള 4 തൂണുകൾ ഉണ്ടാക്കി. അവ സ്വർണം പൊതിഞ്ഞു. അവയുടെ കൊളുത്തുകളും സ്വർണമായിരുന്നു. അവയ്ക്ക് 4 വെള്ളി പാദകുടങ്ങൾ അവൻ വാർത്തു. നീല ധൂമ്ര കടും ചെമുപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുള്ള ചിത്രത്തുന്നൽ പണിയായ ഒരു വിരി കൂടാരവാതിലിന് അവനുണ്ടാക്കി. അതിൻ്റെ 5 തൂണുകളും അവയുടെ കൊളുത്തുകളും മകുടങ്ങളും പട്ടകളും അവൻ സ്വർണം പൊതിഞ്ഞു. അവയുടെ 5 പാദകുടങ്ങൾ പിച്ചളയായിരുന്നു. പുറപ്പാട് അധ്യായം 37. സാക്ഷ്യപേടകം. ബെസാലയിൽ കരുവേലത്തടിയുടെ പേടകം ഉണ്ടാക്കി. അതിൻ്റെ നീളം 2.5 മുഴം, അതിൻ്റെ വീതി 1.5 മുഴം, അതിൻ്റെ ഉയരം 1.5 മുഴം. അവൻ അത് അകവും പുറവും ശുദ്ധ സ്വർണം പൊതിഞ്ഞു. അതിനു ചുറ്റും ഒരു സ്വർണ്ണ അരികുപട്ട് പിടിപ്പിച്ചു. അവൻ അതിനായി അതിൻ്റെ 4 കീഴ്പ്പടികൾ മേൽ 4 സ്വർണ്ണ വളയങ്ങൾ, 2 വളയങ്ങൾ ഒരു വശത്തും 2 വളയങ്ങൾ മറുവശത്തുമായി വാർത്തു. അവൻ കരുവേലത്തടിയുടെ തണ്ടുകൾ ഉണ്ടാക്കി അവ സ്വർണം പൊതിഞ്ഞു. പേടകം സംവഹിക്കേണ്ടതിന് പേടകത്തിൻ്റെ പാർശ്വങ്ങളിലെ വളയങ്ങളിൽ അവൻ തണ്ടുകൾ കടത്തി. കൃപാസനം. അവൻ ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു കൃപാസനം ഉണ്ടാക്കി. അതിൻ്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴം. 2 സ്വർണ്ണ കെരൂബുകളെയും അവനുണ്ടാക്കി. കൃപാസനത്തിൻ്റെ 2 അറ്റത്തുമായി അടിച്ചു പണിതാണ് അവയെ ഉണ്ടാക്കിയത്. കൃപാസനത്തിന്മേൽ 2 അറ്റത്തുമായാണ് അവൻ കെരൂബുകളെ, ഒരു കെരൂബിനെ അങ്ങേയറ്റത്തും മറ്റേ കെരൂബിനെ ഇങ്ങേയറ്റത്തും ഉണ്ടാക്കിയത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് അവയുടെ ചിറകുകൾ കൊണ്ട് കൃപാസനത്തിന്മേൽ മേലാപ്പ് ഒരുക്കിയിരുന്നു. അവ ഒന്നിനൊന്ന് അഭിമുഖമായിരുന്നു. അവയുടെ മുഖങ്ങളാകട്ടെ കൃപാസനത്തിന് നേർക്കും. അപ്പത്തിൻ്റെ മേശ. അവൻ കരുവേലത്തടിയുടെ മേശയുണ്ടാക്കി. അതിൻ്റെ നീളം 2 മുഴം, വീതി 1 മുഴം, ഉയരം 1.5 മുഴം. അവൻ അത് ശുദ്ധ സ്വർണം പൊതിഞ്ഞ് അതിനു ചുറ്റും സ്വർണ്ണ അരികുപട്ട പണിതു. അതിന് കൈപ്പത്തിയുടെ വീതിയുള്ള ഒരു ചട്ടം ചുറ്റുമുണ്ടാക്കി. ചട്ടത്തിനു ചുറ്റും സ്വർണ്ണ അരികുപട്ടയും അവൻ പണിതു. അതിന് അവൻ 4 സ്വർണ്ണ വളയങ്ങൾ വാർത്തു. വളയങ്ങൾ അതിൻ്റെ 4 കാലുകൾക്കുമുള്ള 4 മൂലകളിലായി ചേർത്ത് പിടിപ്പിച്ചു. മേശ ചുമന്നു കൊണ്ടുപോകാൻ ചട്ടത്തോട് ചേർന്നായിരുന്നു തണ്ടുകൾക്ക് സങ്കേതങ്ങളായ വളയങ്ങൾ. മേശ ചുമന്നുകൊണ്ടുപോകാൻ കരുവേലത്തടിയുടെ തണ്ടുകൾ ഉണ്ടാക്കി അവ സ്വർണം പൊതിഞ്ഞു. മേശപ്പുറത്തേക്ക് വേണ്ട ഉപകരണങ്ങൾ, അതായത് അതിൻ്റെ താലങ്ങൾ, തളികകൾ, പാനീയം ഒഴിച്ചു വയ്ക്കാനുള്ള കലശങ്ങൾ എന്നിവ ശുദ്ധ സ്വർണം കൊണ്ട് അവനുണ്ടാക്കി. വിളക്കുകാൽ, മെനോറ. അവൻ ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു വിളക്കുകാലുണ്ടാക്കി. അടിച്ചു പണിതാണ് വിളക്കുകാൽ രൂപപ്പെടുത്തിയത്. അതിൽ നിന്ന് തന്നെയുള്ളതായിരുന്നു അതിൻ്റെ ചുവടും അതിൻ്റെ തണ്ട്, മുട്ടുകൾ, മുകുളങ്ങൾ എന്നിവയും അതിൻ്റെ പുഷ്പങ്ങളും. അതിൻ്റെ വശങ്ങളിൽ നിന്ന് 6 ശിഖരങ്ങൾ പുറപ്പെട്ടു. വിളക്കിൻ്റെ ഒരു വശത്ത് നിന്ന് 3 ശിഖരങ്ങൾ, വിളക്കിൻ്റെ രണ്ടാമത്തെ വശത്ത് നിന്ന് 3 ശിഖരങ്ങൾ. ഒരു ശിഖരത്തിൻ്റെ മുകുളവും പുഷ്പവുമുള്ള 3 മുട്ടുകൾ. അവയ്ക്ക് ബദാം പുഷ്പാകൃതി. അടുത്ത ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള 3 മുട്ടുകൾ. അവയ്ക്ക് ബദാം പുഷ്പാകൃതി. വിളക്കിൽ നിന്നും പുറപ്പെടുന്ന 6 ശിഖരങ്ങൾക്കും അപ്രകാരം തന്നെ. വിളക്ക് തണ്ടിന്മേലാകട്ടെ 4 മുട്ടുകൾ. അതിൻ്റെ മുകുളത്തിനും പുഷ്പത്തിനും ബദാം പുഷ്പാകൃതി. അതിൽ നിന്നുള്ള ഒരു ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം. അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം. അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം. അങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന 6 ശിഖരങ്ങൾ. അതിൽ നിന്നായിരുന്നു അവയുടെ മുകുളങ്ങളും ശിഖരങ്ങളും. അത് മുഴുവൻ ശുദ്ധ സ്വർണത്തിൻ്റെ ഒരു അടിച്ചുപണിയായിരുന്നു. അതിൻ്റെ 7 ചെരാതുകളും അതിൻ്റെ ചവണകളും തട്ടങ്ങളും ശുദ്ധ സ്വർണം കൊണ്ട് അവനുണ്ടാക്കി. അതും അതിൻ്റെ സകല ഉപകരണങ്ങളും 1 താലന്ത് ശുദ്ധ സ്വർണം കൊണ്ട് അവനുണ്ടാക്കി. ധൂപന ബലിപീഠം. അവൻ കരുവേലത്തടിയുടെ ഒരു ധൂപന ബലിപീഠം പണിതു. അതിൻ്റെ നീളം 1 മുഴം, അത് സമചതുരമായിരുന്നു. അതിൻ്റെ ഉയരം 2 മുഴം. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെയായിരുന്നു.
അവനത് അതിൻ്റെ മുകൾ ഭാഗവും ചുറ്റുവശങ്ങളും കൊമ്പുകളും ശുദ്ധസ്വർണം പൊതിഞ്ഞു. അതിനു ചുറ്റും സ്വർണ്ണ അരികുപട്ട പിടിപ്പിച്ചു. അരികുപട്ടയ്ക്ക് താഴെ അതിന് 2 സ്വർണ്ണ വളയങ്ങൾ അവനുണ്ടാക്കി. തണ്ടുകൾ കൊണ്ട് അത് വഹിക്കേണ്ടതിന് അവയ്ക്കുള്ള കുഴകളായി അതിൻ്റെ ഇരുവശങ്ങളിലും 2 ചെരുവുകളിലായാണ് അവ ഉണ്ടാക്കിയത്. അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവ സ്വർണം പൊതിഞ്ഞു. വിശുദ്ധ വസ്തുവായ അഭിഷേക തൈലവും ശുദ്ധ പരിമള ധൂമന വസ്തുക്കളും വിദഗ്ധ നിർമ്മിത സുഗന്ധക്കൂട്ടായി അവൻ തയ്യാറാക്കി. പുറപ്പാട് അധ്യായം 38. ദഹന ബലിപീഠം. അവൻ കരുവേലത്തടി കൊണ്ട് ഹോമബലിപീഠം ഉണ്ടാക്കി. അതിൻ്റെ നീളം 5 മുഴം, അതിൻ്റെ വീതി 5 മുഴം, സമചതുരം, അതിൻ്റെ ഉയരം 3 മുഴം. അവൻ അതിൻ്റെ 4 മൂലകൾക്കും മീതെ കൊമ്പുകൾ ഉണ്ടാക്കി. അതിൽ നിന്നുള്ള തുടർച്ചയായിരുന്നു അതിൻ്റെ കൊമ്പുകൾ. അവൻ അത് പിച്ചള പൊതിഞ്ഞു. ബലിപീഠത്തിൻ്റെ എല്ലാ ഉപകരണങ്ങളും, അതായത് പാത്രങ്ങൾ, കോരികകൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നിശലകങ്ങൾ എന്നിവ അവനുണ്ടാക്കി. അതിൻ്റെ ഉപകരണങ്ങളെല്ലാം പിച്ചള കൊണ്ട് നിർമ്മിച്ചു. അവൻ പിച്ചള വലയുടെ നിർമ്മിതിയായ ഒരു ചട്ടെടുപ്പ് ബലിപീഠത്തിനു വേണ്ടി അതിൻ്റെ വക്കിന് കീഴിൽ താഴേക്കായി അതിൻ്റെ പകുതി വരെ ഉണ്ടാക്കി. പിച്ചള ചട്ടെടുപ്പിൻ്റെ 4 അഗ്രങ്ങളിലും അതിൻ്റെ തണ്ടുകൾക്ക് കുഴകളായി 4 വലയങ്ങൾ വിളക്കി ചേർത്തു. അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി. അവ പിച്ചള പൊതിഞ്ഞു. ബലിപീഠത്തിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. അവ കൊണ്ട് അത് സംവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. പലകകൾ കൊണ്ട് അകം പൊള്ളയായി അവൻ അതുണ്ടാക്കി. സമാഗമ കൂടാരവാതിൽക്കൽ ശുശ്രൂഷിച്ചിരുന്ന പരിചാരികമാരുടെ പിച്ചള കണ്ണാടികൾ കൊണ്ട് അവൻ പിച്ചള ഷാളന പാത്രവും അതിൻ്റെ പിച്ചള പീഠവും നിർമ്മിച്ചു. കൂടാരാങ്കണം. അവൻ അങ്കണം നിർമ്മിച്ചു. തെക്ക് വശത്ത് അങ്കണത്തിന്റെ മറകൾ പിരിച്ച ചണം കൊണ്ടുള്ളത് 100 മുഴം, അവയുടെ തൂണുകൾ 20, പിച്ചള കൊണ്ടുള്ള അവയുടെ പാദകുടങ്ങൾ 20, തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി. വടക്കുവശത്ത് 100 മുഴം, അവയുടെ തൂണുകൾ 20, പിച്ചള കൊണ്ടുള്ള അവയുടെ പാദകുടങ്ങൾ 20, തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി. പടിഞ്ഞാറ് വശത്ത് മറകൾ 50 മുഴം, അവയ്ക്ക് തൂണുകൾ 10, അവയുടെ പാദകുടങ്ങൾ 10, തൂണുകളുടെ കൊളുത്തുകളും അവയുടെ പട്ടകളും വെള്ളി. ഉദയദിശയിലേക്ക് കിഴക്ക് വശത്തിന് 50 മുഴം, 15 മുഴം മറകൾ ഒരു ഭാഗത്തേക്ക്, അവയുടെ തൂണുകൾ 3, അവയുടെ പാദകുടങ്ങൾ 3. അങ്കണ കവാടത്തിന് അപ്പുറവും ഇപ്പുറവും ഉണ്ടായിരുന്നതിൽ 2ാമത്തെ ഭാഗത്തിന് മറകൾ 15 മുഴം, അവയുടെ തൂണുകൾ 3, പാദകുടങ്ങൾ 3. ചുറ്റുമുള്ള അങ്കണമറകളെല്ലാം പിരിച്ച ചണം കൊണ്ടുള്ളതായിരുന്നു. തൂണുകൾക്കുള്ള പാദകുടങ്ങൾ പിച്ചളയും തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളിയുമായിരുന്നു. അവയുടെ മകുടങ്ങൾ വെള്ളി പൊതിഞ്ഞവയും അങ്കണത്തിന്റെ എല്ലാ തൂണുകളും വെള്ളിപ്പട്ട കെട്ടിയവയുമായിരുന്നു. അങ്കണ കവാട വിരി നീല ധൂമ്ര കടും ചുവപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുള്ള ചിത്രത്തുന്നൽ പണിയായിരുന്നു. നീളം 20 മുഴം, ഉയരം അതായത് വീതി അങ്കണമറകൾക്ക് സമാനം 5 മുഴം. അവയ്ക്ക് തൂണുകൾ 4, അവയുടെ പിച്ചള പാദകുടങ്ങൾ 4, അവയുടെ കൊളുത്തുകൾ വെള്ളിയും അവയുടെ മകുടങ്ങളും പട്ടകളും വെള്ളി പൊതിഞ്ഞവയുമായിരുന്നു. ആലയത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും എല്ലാ കുറ്റികളും പിച്ചളയായിരുന്നു. വരവ് ചെലവ് കണക്ക്. സാക്ഷ്യഫലകത്തിന്റെ വാസസ്ഥാനമായ ആലയത്തിന്റെ വസ്തുവിവര പട്ടികകൾ ഇവയാണ്. മോശയുടെ നിർദ്ദേശപ്രകാരം പുരോഹിതനായ അഹ്റോന്റെ മകൻ ഇത്താമറിന്റെ കൈകാര്യത്തിൽ ലേവ്യരുടെ സേവനമായി ഇത് തയ്യാറാക്കപ്പെട്ടു. കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രൻ ഊറിയുടെ മകനായ ബസാലേൽ നിർമ്മിച്ചു. അവനോടൊപ്പം ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ കൊല്ലപ്പണിക്കാരനും നെയ്ത്തുകാരനുമായ ഒഹോലിയാബും ഉണ്ടായിരുന്നു. അവൻ നീലധൂമ്ര കടും ചുവപ്പ് നൂലുകളുടെയും ചണത്തിന്റെയും ചിത്ര തുന്നൽക്കാരനുമായിരുന്നു. വിശുദ്ധ സ്ഥലത്തിന്റെ മൊത്തം ജോലിയിൽ പണിക്ക് വിനിയോഗിക്കപ്പെട്ട ആകെ സ്വർണം വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം 29 താലന്ത് 730 ഷെക്കൽ കാണിക്ക സ്വർണമായിരുന്നു. സമൂഹത്തിലെ കാനീഷുമാരിയിൽ ഉൾപ്പെട്ടവരുടെ വക വെള്ളി വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം 100 താലന്തും 1775 ഷെക്കലുമായിരുന്നു. കാനീഷുമാരി അനുസരിച്ച് 20ഉം അതിനുമേലുള്ള വയസ്സുള്ള എല്ലാവർക്കും 6,35,550 പേർക്ക്
പ്രതിശീർഷ വിഹിതം ഒരു ബെക്ക ആയിരുന്നു. അതായത് വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം 1/2 ശെക്കൽ. വിശുദ്ധ സ്ഥലത്തിന്റെ പാദകുടങ്ങളും തിരശ്ശീലകളുടെ പാദകുടങ്ങളും വാർക്കുന്നതിന് 1 താലന്ത് വെള്ളി വേണ്ടി വന്നു. പാദകുടമൊന്നിൽ 1 താലന്ത് വീതം, 100 താലന്തിന് 100 പാദകുടങ്ങൾ. 1775 ശെക്കൽ കൊണ്ട് തൂണുകൾക്ക് കൊളുത്തുകൾ ഉണ്ടാക്കി അവയുടെ മകുടങ്ങൾ പൊതിയുകയും അവ മുറുക്കുകയും ചെയ്തു. കാണിക്കയായ പിച്ചള 70 താലന്തും 2400 ശെക്കലുമായിരുന്നു. അവൻ അതുകൊണ്ട് നിർമ്മിച്ചത് സമാഗമ കൂടാരവാതിലിന്റെ പാദകുടങ്ങളും പിച്ചള ബലിപീഠവും അതിന്റെ പിച്ചള ചട്ടടുപ്പും ബലിപീഠത്തിന്റെ എല്ലാ ഉപകരണങ്ങളും ചുറ്റുമുള്ള അങ്കണ പാദകുടങ്ങളും അങ്കണ കവാടത്തിന്റെ പാദകുടങ്ങളും ആലയത്തിന്റെ എല്ലാ കുറ്റികളും ചുറ്റുമുള്ള അങ്കണത്തിന്റെ എല്ലാ കുറ്റികളുമായിരുന്നു. പുറപ്പാട് അധ്യായം 39. പുരോഹിത വസ്ത്രങ്ങൾ. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ നീല ധൂമ്ര കടും ചുവപ്പ് നൂലുകളിൽ നിന്ന് അവർ നെയ്ത്തുവസ്ത്രങ്ങളുണ്ടാക്കി. അഹ്റോനു വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അവരുണ്ടാക്കി, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. പ്രധാന അങ്കി സ്വർണ്ണ നീല ധൂമ്ര കടും ചുവപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ട് അവനുണ്ടാക്കി. അവർ സ്വർണ്ണപ്പാളി അടിച്ചു പാകമാക്കി. നീലയ്ക്കിടയ്ക്കും ധൂമ്രത്തിനിടയ്ക്കും കടും ചുവപ്പിനിടയ്ക്കും ചണത്തിനിടയ്ക്കും നെയ്ത്തുവേല ചെയ്യാനായി അവനത് നൂലുകളായി മുറിച്ചു. അവർ അതിന് കുടുക്കുകളായി തോൾവാറുണ്ടാക്കി. അതിന്റെ 2 അഗ്രങ്ങളിലും അത് യോജിപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള പ്രധാന അങ്കിയുടെ അരക്കെട്ട് അതിന്റെ നിർമ്മിതി പോലെ തന്നെ സ്വർണ്ണ നീല ധൂമ്ര കടും ചുവപ്പ് നൂലുകൾ പിരിച്ച ചണം എന്നിവയിൽ നിന്നായിരുന്നു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. സ്വർണ്ണ ചിത്രക്കൂടുകൾ ഘടിപ്പിച്ച് ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് രത്നശില്പിയുടെ മുദ്രണങ്ങളായി അവർ ഗോമേതക രത്നങ്ങൾ കുത്തി. ഇസ്രായേലിന്റെ പുത്രന്മാരുടെ സ്മാരക രത്നങ്ങളായി പ്രധാന അങ്കിയുടെ തോൾവാറുകളിൽ അവൻ പിടിപ്പിച്ചു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. ഉരസ്ത്രാണം പ്രധാന അങ്കിയുടെ നിർമ്മിതി പോലെ വിദഗ്ധ നിർമ്മിതിയായി അവനുണ്ടാക്കി. സ്വർണ്ണ നീല ധൂമ്ര കടും ചുവപ്പ് നൂലുകൾ പിരിച്ച ചണം എന്നിവ കൊണ്ടാണ് അതുണ്ടാക്കിയത്. 2 മടക്കായി ഉരസ്ത്രാണം അവരുണ്ടാക്കി. അത് സമചതുരമായിരുന്നു. 2 മടക്കായി അതിന്റെ നീളം 1 ചാൺ, അതിന്റെ വീതി 1 ചാൺ. രത്നത്തിന്റെ 4 നിരകൾ കൊണ്ട് അവർ അത് നിറച്ചു. മാണിക്യം, പുഷ്യരാഗം, വൈഢൂര്യം എന്നിവയുടെ നിരയാണ് 1-ാം നിര. 2-ാം നിര മരതകം, ഇന്ദ്രനീലം, വജ്രം. 3-ാം നിര പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. 4-ാം നിര പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവയുടെ സജ്ജീകരണങ്ങളിലെ ചിത്രക്കൂടുകൾ സ്വർണമായിരുന്നു. ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് രത്നങ്ങളുണ്ടായിരുന്നു. അവ അവരുടെ പേരുകൾ അനുസരിച്ച് 12 ഗോത്രത്തിനായി ഓരോന്നിനും അതതിന്റെ പേരനുസരിച്ച് ശില്പി മുദ്രണങ്ങൾ ഉണ്ടായിരുന്നു. ഉരസ്ത്രാണത്തിനു വേണ്ടി പിരിച്ച ചരടുപണിയായി ശുദ്ധ സ്വർണം കൊണ്ടുള്ള മാലകളുണ്ടാക്കി. അവർ 2 സ്വർണ്ണചിത്ര തകിടുകളും 2 സ്വർണ്ണ വളയങ്ങളും ഉണ്ടാക്കി. വളയങ്ങൾ 2 ഉരസ്ത്രാണത്തിന്റെ 2 മൂലകളിൽ ഘടിപ്പിച്ചു. ഉരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള 2 വളയങ്ങളിൽ മേൽ 2 സ്വർണ്ണമാലകൾ പിടിപ്പിച്ചു. 2 മാലകളുടെയും 2 അറ്റങ്ങൾ 2 സ്വർണ്ണചിത്ര തകിടുകളിൽ അവർ ഘടിപ്പിച്ചു. അവ പ്രധാന അങ്കിയുടെ തോൾവാറുകളിന്മേൽ മുൻഭാഗത്തായി ബന്ധിച്ചു. അവർ 2 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി ഉരസ്ത്രാണത്തിന്റെ ഉൾഭാഗത്ത് പ്രധാന അങ്കിയുടെ എതിരെയുള്ള 2 കീഴ്മൂലകളിൽ ഘടിപ്പിച്ചു. അവർ 2 സ്വർണ്ണ വളയങ്ങൾ നിർമ്മിച്ച് പ്രധാന അങ്കിയുടെ 2 തോൾവാറുകളുടെ താഴേക്ക് അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അതിന്റെ കുടുക്കിനോട് ചേർത്ത് പ്രധാന അങ്കിയുടെ കരക്കെട്ടിന് മുകളിലായി പിടിപ്പിച്ചു. ഉരസ്ത്രാണം പ്രധാന അങ്കിയുടെ അരക്കെട്ടിനു മേലായിരിക്കുന്നതിനും പ്രധാന അങ്കിയിൽ നിന്ന് ഉരസ്ത്രാണം സ്ഥാനം തെറ്റാതിരിക്കുന്നതിനും ഉരസ്ത്രാണത്തെ അതിന്റെ വളയങ്ങളിൽ നിന്ന് പ്രധാന അങ്കിയുടെ വളയങ്ങളിലേക്ക് ഒരു നീല ചരടുകൊണ്ട് അവർ ബന്ധിച്ചു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. പ്രധാന അങ്കിയുടെ കുറിയ അങ്കി കടുന്നീലയിൽ ഒരു നെയ്ത്തുപണിയായി അവനുണ്ടാക്കി. കുറിയ അങ്കിയുടെ മധ്യത്തിലായി കുപ്പായ കഴുത്തുപോലെ അതിന്റെ കഴുത്തും അത് കീറാതിരിക്കാൻ കഴുത്തിനു ചുറ്റും ഒരു നാടയും. കുറിയ അങ്കിയുടെ വിളുമ്പുകളിൽ അവർ നീല ധൂമ്ര കടും ചുവപ്പ് നൂല് പിരിച്ചതുപയോഗിച്ച് മാതള നാരങ്ങകൾ ഉണ്ടാക്കി. അവർ ശുദ്ധ സ്വർണം കൊണ്ട് മണികളുണ്ടാക്കി. മണികൾ മാതള നാരങ്ങകൾക്കിടയിൽ കുറിയ അങ്കിയുടെ വിളുമ്പിനു ചുറ്റും മാതള നാരങ്ങകൾക്കിടയിൽ പിടിപ്പിച്ചു. കുറിയ അങ്കിയുടെ വിളുമ്പിനു ചുറ്റും ഒരു മണി, ഒരു മാതള നാരങ്ങ എന്ന ക്രമത്തിൽ ശുശ്രൂഷിക്കാനായി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ.
അവർ അഹ്റോനും അവന്റെ പുത്രന്മാർക്കുമായി നെയ്ത്തുപണിയായി ചണം കൊണ്ട് നീല അങ്കികൾ ഉണ്ടാക്കി. ചണം കൊണ്ട് ശിരോവസ്ത്രവും ചണം കൊണ്ട് കിരീടത്തലപ്പാവുകളും വെളുത്ത ചണം പിരിച്ചുള്ള കാൽശരായികളും പിരിച്ച ചണവും നീല ധൂമ്ര കടുംചുവപ്പ് നൂലും കൊണ്ട് ചിത്രത്തുന്നൽ പണിയായ അരപ്പട്ടയും കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുദ്ധ സ്വർണത്തിന്റെ ഒരു പുഷ്പ കിരീടമുണ്ടാക്കി അവർ അതിന്മേൽ കർത്താവിന് പരിശുദ്ധൻ എന്ന ലിപികൾ കൊത്തിവെച്ചു. ശിരോവസ്ത്രത്തിന്മേൽ മുൻഭാഗത്ത് വയ്ക്കാൻ അവർ അതിന്മേൽ ഒരു നീല ചരട് കെട്ടി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. അങ്ങനെ സമാഗമ കൂടാരമായ ആലയത്തിന്റെ പണിയെല്ലാം പൂർത്തിയായി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേല്യർ ചെയ്തു. അപ്രകാരം തന്നെ അവർ ചെയ്തു. അവർ മോശയുടെ അടുക്കൽ ആലയം, അതായത് കൂടാരവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും കൊണ്ടുവന്നു. അതിന്റെ കൊളുത്തുകൾ, ക്രാസികൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ, ഊറയ്ക്കിട്ട മുട്ടാടിൻ തോലിന്റെ ആവരണം, നിലക്കരടിത്തോലിന്റെ ആവരണം, തിരശ്ശീല വിരി, സാക്ഷ്യപേടകം, അതിന്റെ തണ്ടുകൾ, കൃപാസനം, മേശ, അതിന്റെ ഉപകരണങ്ങളെല്ലാം, സാന്നിധ്യത്തിന്റെ അപ്പം, ശുദ്ധസ്വർണത്തിന്റെ വിളക്കുകാൽ, അതിന്റെ ദീപനിരയ്ക്കായുള്ള ചെരാതുകൾ, അതിന്റെ ഉപകരണങ്ങളെല്ലാം, വിളക്കെണ്ണ, സ്വർണ്ണ ബലിപീഠം, അഭിഷേക തൈലം, പരിമള ധൂപന വസ്തുക്കൾ, കൂടാരവാതിലിന്റെ വിരി, പിച്ചള ബലിപീഠം, അതിനുവേണ്ടിയുള്ള പിച്ചള ചട്ടടുപ്പ്, തണ്ടുകൾ, അതിന്റെ ഉപകരണങ്ങളെല്ലാം, ഷാളനപാത്രം, അതിന്റെ പീഠം, അങ്കണമറകൾ, അതിന്റെ തൂണുകൾ, പാദകുടങ്ങൾ, അങ്കണ കവാടത്തിന്റെ വിരി, അതിന്റെ കയറുകൾ, കുറ്റികൾ, സമാഗമ കൂടാരത്തിനു വേണ്ടിയുള്ള എല്ലാ ആലയ ശുശ്രൂഷോപകരണങ്ങളും, വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കാനുള്ള നെയ്ത്തു വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവന്റെ പുത്രന്മാരുടെ പുരോഹിത വൃത്തിക്കായുള്ള വസ്ത്രങ്ങൾ എന്നിവ. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം അവ്വിധം തന്നെ ഓരോ ജോലിയും ഇസ്രായേല്യർ നിർവഹിച്ചു. ഓരോ ജോലിയും മോശ വീക്ഷിച്ചു. ഇതാ, അവർ അത് നിർവഹിച്ചിരിക്കുന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു. അനന്തരം മോശ അവരെ അനുഗ്രഹിച്ചു. പുറപ്പാട് അധ്യായം 40. കൂടാര പ്രതിഷ്ഠ. കർത്താവ് മോശയോട് ഇപ്രകാരം സംസാരിച്ചു: ആദ്യ മാസത്തിലെ 1-ാം ദിവസം, മാസത്തിന്റെ 1-ാം തീയതി സമാഗമ കൂടാരമായ ആലയം നീ സ്ഥാപിക്കണം. സാക്ഷ്യപേടകം നീ അവിടെ പ്രതിഷ്ഠിച്ച് പേടകത്തിനു മുമ്പിൽ തിരശ്ശീല കൊണ്ട് മറയിടണം. നീ മേശ കൊണ്ടുവന്ന് അതിന്റെ ക്രമം ദീക്ഷിക്കണം. വിളക്കുകാൽ കൊണ്ടുവന്ന് ചെരാതുകൾ ഉയർത്തി സ്ഥാപിക്കണം. ധൂപാർപ്പണത്തിനുള്ള സ്വർണ്ണ ബലിപീഠം സാക്ഷ്യപേടകത്തിന് മുമ്പിൽ നീ സ്ഥാപിക്കണം. ആലയത്തിന് വാതിൽ വിരിയിടുകയും വേണം. സമാഗമ കൂടാരത്തിന്റെ ആലയവാതിലിനു മുമ്പിൽ നീ ഹോമ ബലിപീഠം പ്രതിഷ്ഠിക്കണം. സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും ഇടയ്ക്ക് ഷാളനപാത്രം വെച്ച് നീ അവിടെ വെള്ളം വെക്കണം. ചുറ്റും അങ്കണം ഒരുക്കി അങ്കണവാതിലിന്റെ വിരിയിടണം. നീ അഭിഷേക തൈലമെടുത്ത ആലയവും അതിലുള്ള സകലതും അഭിഷേകം ചെയ്ത് അതും അതിന്റെ എല്ലാ ഉപകരണങ്ങളും വിശുദ്ധീകരിക്കണം. അത് വിശുദ്ധിയുള്ളതായി തീരും. ഹോമബലിപീഠവും അതിന്റെ ഉപകരണങ്ങളും നീ അഭിഷേകം ചെയ്യണം. അങ്ങനെ ബലിപീഠം നീ വിശുദ്ധീകരിക്കണം. ബലിപീഠം അതിവിശുദ്ധിയുള്ളതായി തീരും. ഷാളനപാത്രവും അതിന്റെ പീഠവും അഭിഷേകം ചെയ്ത് നീ അത് വിശുദ്ധീകരിക്കണം. അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിലിനടുത്ത് കൊണ്ടുവന്ന് നീ അവരെ വെള്ളം കൊണ്ട് കഴുകണം. നീ അഹ്റോനെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കണം. അവനെ അഭിഷേകം ചെയ്യണം. അവനെ വിശുദ്ധീകരിക്കണം. അങ്ങനെ അവൻ എനിക്ക് പുരോഹിതനായിരിക്കും. അവന്റെ പുത്രന്മാരെ അടുത്തു കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ നീ അഭിഷേകം ചെയ്തതുപോലെ അവരെയും നീ അഭിഷേകം ചെയ്യണം. അങ്ങനെ അവർ എനിക്ക് പുരോഹിതരായിരിക്കും. അവരുടെ അഭിഷേകം അവർക്ക് അവരുടെ തലമുറയ്ക്ക് നിത്യ പൗരോഹിത്യമായി തീരാൻ വേണ്ടിയാണ്. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെയെല്ലാം മോശ പ്രവർത്തിച്ചു. അപ്രകാരം തന്നെ അവൻ ചെയ്തു. 2-ാം വർഷം ആദ്യ മാസം, മാസത്തിന്റെ 1-ാം തീയതി ആലയം സ്ഥാപിതമായി. മോശ ആലയം ഉയർത്തി, അതിന്റെ പാദകുടങ്ങൾ ഉറപ്പിച്ചു, ക്രാസികൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ നാട്ടി. അവൻ ആലയത്തിനു മുകളിൽ കൂടാരം വിരിച്ചു. അതിനുമേൽ മുകളിൽ നിന്ന് കൂടാരാവരണമിട്ടു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. അവർ സാക്ഷ്യഫലകം പേടകത്തിലേക്ക് എടുത്തുവെച്ചു. പേടകത്തിന്മേൽ തണ്ടുകൾ ഘടിപ്പിച്ചു. പേടകത്തിനു മുമ്പിൽ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. അവൻ പേടകം ആലയത്തിലേക്ക് കൊണ്ടുവന്നു. തിരശ്ശീല വിരിയിട്ട് സാക്ഷ്യപേടകം മറച്ചു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. സമാഗമ കൂടാരത്തിൽ ആലയത്തിന്റെ വടക്കുവശത്ത് തിരശ്ശീലയ്ക്ക് വെളിയിൽ അവൻ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവിന്റെ സന്നിധിയിൽ അപ്പത്തിന്റെ നീര സജ്ജീകരിച്ചു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ.
സമാഗമ കൂടാരത്തിൽ ആലയത്തിന്റെ തെക്കുവശത്ത് മേശയ്ക്കെതിരെ അവൻ വിളക്കുകാൽ സ്ഥാപിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ ചെരാതുകൾ ഉയർത്തി സ്ഥാപിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൽ തിരശ്ശീലയുടെ മുമ്പിൽ അവൻ സ്വർണ്ണ ബലിപീഠം പ്രതിഷ്ഠിച്ചു. അതിന്മേൽ ധൂപന സുഗന്ധദ്രവ്യങ്ങൾ ധൂമിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ആലയത്തിന് വാതിൽ വിരിയിട്ടു. ഹോമബലിപീഠം സമാഗമ കൂടാരത്തിന്റെ ആലയവാതിൽക്കൽ അവൻ സ്ഥാപിച്ചു. അതിന്മേൽ ഹോമയാഗവും ധാന്യാർപ്പണവും നടത്തി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനുമിടയ്ക്ക് അവൻ ഷാളന പാത്രം വെക്കുകയും ഷാളനത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുകയും ചെയ്തു. മോശയും അഹറോനും അവന്റെ പുത്രന്മാരും അതിൽ നിന്നാണ് അവരുടെ കൈകാലുകൾ കഴുകേണ്ടിയിരുന്നത്. സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും അവർ ഷാളനം ചെയ്യേണ്ടിയിരുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ആലയത്തിനും ബലിപീഠത്തിനും ചുറ്റുമായി അവൻ അങ്കണം തീർത്തു. അങ്കണ കവാട വീരിയിടുകയും ചെയ്തു. അങ്ങനെ മോശ ജോലി പൂർത്തിയാക്കി. കർത്താവിന്റെ സാന്നിധ്യം. അപ്പോൾ മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം ആലയം നിറച്ചു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിന്മേൽ ആവസിച്ചിരുന്നു. കർത്താവിന്റെ മഹത്വം ആലയം നിറയ്ക്കുകയും ചെയ്തിരുന്നു. ആലയത്തിനു മേൽ മേഘം ഉയരുമ്പോഴാണ് തങ്ങളുടെ യാത്രാഘട്ടങ്ങളിലെല്ലാം ഇസ്രായേലിയർ പുറപ്പെട്ടിരുന്നത്. മേഘം ഉയരുന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കാരണം ഇസ്രായേൽ ഭവനം മുഴുവന്റെയും കൺമുമ്പിൽ അവരുടെ യാത്രാഘട്ടങ്ങളിലുടനീളം ആലയത്തിനു മുകളിൽ പകൽ കർത്താവിന്റെ മേഘവും അതിൽ രാത്രി അഗ്നിയും ഉണ്ടായിരുന്നു. സങ്കീർത്തനങ്ങൾ 89 മുതൽ 92 വരെ. സങ്കീർത്തനം 89. ദാവീദിനോടുള്ള ഉടമ്പടിയും നിലംപതിച്ച കിരീടവും. കർത്താവിന്റെ കാരുണ്യകൃത്യങ്ങൾ ഞാൻ നിത്യം ആലപിക്കും. തലമുറ തലമുറയോട് അങ്ങയുടെ വിശ്വസ്തത എൻ്റെ അധരം കൊണ്ട് ഞാൻ അറിയിക്കും. ഞാൻ പറഞ്ഞു, കാരുണ്യം നിത്യം പുനഃസ്ഥാപിതമാകും. അങ്ങയുടെ വിശ്വസ്തത ആകാശങ്ങളിലാണ് അങ്ങ് ഉറപ്പിക്കുന്നത്. അങ്ങ് അരുൾ ചെയ്തു, ഞാൻ ഉടമ്പടി ഉണ്ടാക്കിയത് എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനോടാണ്, എൻ്റെ ദാസനായ ദാവീദിനോടാണ് ഞാൻ ശപഥം ചെയ്തത്. ഞാൻ നിന്റെ സന്തതിയെ എന്നേക്കുമായി ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറ തലമുറയ്ക്കായി പുനഃസ്ഥാപിക്കും. കർത്താവേ, ആകാശങ്ങൾ അങ്ങയുടെ വിസ്മയകൃത്യം ഏറ്റുപറയുന്നു. അങ്ങയുടെ വിശ്വസ്തത പരിശുദ്ധരുടെ സമൂഹത്തിലും. എന്തെന്നാൽ വാനിടത്തിൽ കർത്താവിന് തുല്യനായി, ദേവന്മാരിൽ കർത്താവിന് സദൃശനായി ആരുണ്ട്? പരിശുദ്ധരുടെ ഉപദേശക സമിതിയിൽ തമ്പുരാൻ ഭയകാരണനാണ്. ചുറ്റുമുള്ള സകലരുടെയും മേൽ അവിടുന്ന് മഹാനും ഭീതിതനുമാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, കരുത്തനായ കർത്തനെ അങ്ങയെപ്പോലെ ആരുണ്ട്? അങ്ങയെ ചൂഴ്ന്ന അങ്ങയുടെ വിശ്വസ്തതയുണ്ട്. അങ്ങ് കടലിന്റെ പൊങ്ങച്ചം അടക്കി വാഴുന്നു. അതിന്റെ തിരമാലകൾ ഇരമ്പുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു. അങ്ങ് റാഹാബിനെ വധിക്കപ്പെട്ടവനെ പോലെ തകർത്തു. ശക്തി വൈഭവം കൊണ്ട് അങ്ങേ ശത്രുക്കളെ ചിതറിച്ചു. അങ്ങയുടേതാണ് ആകാശം, അങ്ങയുടേത് തന്നെ ഭൂമിയും പ്രപഞ്ചവും അതിന്റെ ഉള്ളടക്കവുമായി അങ്ങ് അവയ്ക്ക് അടിസ്ഥാനമിട്ടു. ദക്ഷിണോത്തരങ്ങളായി അങ്ങ് അവ സൃഷ്ടിച്ചു. താബോറും ഹെർമോനും അങ്ങയുടെ നാമത്തിൽ ആരവം മുതിർക്കുന്നു. കരുത്തോടുകൂടിയ ഭുജം അങ്ങയുടേതാണ്. അങ്ങയുടെ കൈ ശക്തിപ്പെടുന്നു. അങ്ങയുടെ വലതു കൈ ഉയരുന്നു. തിരുസിംഹാസനത്തിന്റെ അടിസ്ഥാനം നീതിയും ന്യായവുമാണ്. കൃപയും സത്യവും തിരുസാന്നിധ്യത്തിന് മുമ്പേ നീങ്ങുന്നു. കാഹളം തിരിച്ചറിയുന്ന ജനഭാഗ്യമുള്ളവർ. കർത്താവെ, അവർ തിരുമുഖ കാന്തിയിൽ നടക്കും. അവർ ദിവസം മുഴുവൻ അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും. അങ്ങയുടെ നീതിയിൽ ഉയരും. അങ്ങ് തന്നെയാണ് അവരുടെ ശക്തി മഹിമ. അങ്ങയുടെ പ്രസാദത്താൽ അങ്ങ് ഞങ്ങളുടെ കൊമ്പുയർത്തും. എന്തെന്നാൽ കർത്താവിൻ്റെതാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിന്റെ പരിശുദ്ധന്റേതാണ് ഞങ്ങളുടെ രാജാവ്. ഒരിക്കൽ അങ്ങ് ദർശനത്തിൽ അങ്ങേ ഭക്തരോട് സംസാരിച്ചു. അങ്ങ് അരുൾ ചെയ്തു, ഒരു കരുത്തിനുമേൽ ഞാൻ സഹായം വർഷിച്ചു. ജനത്തിൽ നിന്ന് ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവനെ ഞാൻ ഉയർത്തി. എൻ്റെ ദാസനായി ഞാൻ ദാവീദിനെ കണ്ടെത്തി. എൻ്റെ വിശുദ്ധിയുടെ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോടൊപ്പം ഉറച്ചു നിൽക്കും. എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ ഞെരുക്കുകയില്ല. തിന്മയുടെ സന്താനം അവനെ ദ്രോഹിക്കുകയില്ല. അവൻ്റെ വൈരികളെ അവൻ്റെ മുൻപിൽ നിന്ന് ഞാൻ തരിപ്പണമാക്കും. അവൻ്റെ വിദ്വേഷികളെ ഞാൻ അടിച്ചു വീഴ്ത്തും. എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടൊത്തുണ്ടായിരിക്കും. എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പുയരും. ഞാൻ അവൻ്റെ കൈ സമുദ്രത്തിലും അവൻ്റെ വലതുകര നദികളിലും വയ്ക്കും.
അവൻ എന്നെ വിളിച്ചു പറയും, അങ്ങാണ് എൻ്റെ പിതാവ്, എൻ്റെ തമ്പുരാനും എൻ്റെ രക്ഷയുടെ പാറയും. ഞാൻ തന്നെ അവനെ എൻ്റെ ആദിജാതനാക്കും, പൂപാലന്മാർ കത്തുന്നതിനും. എൻ്റെ കാരുണ്യം ഞാൻ അവനോട് എന്നേക്കും പാലിക്കും. അവനോട് വിശ്വസ്തതയുള്ളതായിരിക്കും എൻ്റെ ഉടമ്പടി. അവൻ്റെ സന്തതിയെ ഞാൻ നിത്യമായി ഉറപ്പിക്കും. അവൻ്റെ സിംഹാസനം ആകാശവാസരങ്ങൾ പോലെയും അവൻ്റെ മക്കൾ എൻ്റെ നിയമം ഉപേക്ഷിച്ച് എൻ്റെ ന്യായപ്രമാണത്തിൽ വ്യാപരിക്കാതിരുന്നാൽ, എൻ്റെ ചട്ടങ്ങൾ ലംഘിച്ച് എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരുന്നാൽ, ഞാൻ അവരുടെ അതിക്രമത്തെ ദണ്ഡുകൊണ്ടും അവരുടെ അകൃത്യത്തെ മഹാമാരികൾ കൊണ്ടും ശിക്ഷിക്കും. എന്നാലും എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് ഞാൻ പിൻവലിക്കുകയില്ല. എൻ്റെ വിശ്വസ്തതയിൽ ഞാൻ വഞ്ചന കാണിക്കുകയില്ല. എൻ്റെ ഉടമ്പടി ഞാൻ ലംഘിക്കുകയില്ല. എൻ്റെ അധരങ്ങളുടെ മൊഴി ഞാൻ വ്യത്യാസപ്പെടുത്തുകയില്ല. എൻ്റെ പരിശുദ്ധിയെക്കൊണ്ട് ഒരു കാര്യം ഞാൻ ശപഥം ചെയ്തു. ദാവീദിനോട് ഞാൻ നുണ പറയുമോ? അവൻ്റെ സന്തതി എന്നേക്കും ഉണ്ടായിരിക്കും. സൂര്യനെ പോലെ അവൻ്റെ സിംഹാസനം എൻ്റെ മുൻപിലുണ്ടായിരിക്കും. ചന്ദ്രനെ പോലെ അതെന്നേക്കും നിലനിൽക്കും. വാനിടത്തിലെ സാക്ഷി വിശ്വസ്തനാണ്. എന്നാൽ അങ്ങ് അവനെ പരിത്യജിച്ച് പുറന്തള്ളി. അങ്ങയുടെ അഭിഷിക്തനുമായി അങ്ങ് അസ്വാരസ്യത്തിലായി. അങ്ങയുടെ ദാസനോടുള്ള ഉടമ്പടി അങ്ങ് പുച്ഛിച്ചു തള്ളി. അവൻ്റെ കിരീടം നിലത്തേക്കിട്ട് അവഹേളിച്ചു. അങ്ങ് അവൻ്റെ മതിലുകളെല്ലാം പൊളിച്ചു. അവൻ്റെ ദുർഗങ്ങൾ വിനാശമാക്കി തീർത്തു. വഴിപോക്കരെല്ലാം അവനെ കൊള്ളയടിച്ചു. അവൻ അയൽവാസികൾക്ക് പരിഹാസപാത്രമായി. അങ്ങ് അവൻ്റെ വൈരികളുടെ വലതു കൈ ഉയർത്തി അവൻ്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു. അങ്ങ് അവൻ്റെ വാളിൻ്റെ മൂർച്ച തിരിച്ചെടുത്ത് അവനെ യുദ്ധത്തിൽ ചെറുത്ത് നിൽക്കാൻ അനുവദിച്ചില്ല. അവൻ്റെ തേജസ്സിൽ നിന്ന് വിരമിച്ച് അങ്ങ് അവൻ്റെ സിംഹാസനം നിലത്ത് മറിച്ചിട്ടു. അവൻ്റെ യൗവനത്തിൻ്റെ നാളുകൾ വെട്ടിച്ചുരുക്കി അങ്ങ് അവൻ്റെ മേൽ ലജ്ജ പൊതിഞ്ഞു. കർത്താവെ, എത്ര നാളത്തേക്ക്? അങ്ങ് എന്നേക്കും ഒളിഞ്ഞിരിക്കുമോ? അങ്ങേ ക്രോധം അഗ്നിസമാനം ജ്വലിക്കുമോ? ഞാൻ എത്ര അല്പായുസാണെന്നും മനുഷ്യമക്കളെയെല്ലാം അങ്ങ് സൃഷ്ടിച്ചത് എത്ര നിസ്സാരരായാണെന്നും അങ്ങ് ഓർക്കണമേ. സ്വന്തം ആത്മാവിനെ പാതാളത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് മരണം കാണാതെ ജീവിക്കുന്ന വീരനാ നാഥ, അങ്ങേ വിശ്വസ്തതയിൽ ദാവീദിനോട് അങ്ങ് ശപഥം ചെയ്ത അങ്ങയുടെ മുൻകാല കാരുണ്യകൃത്യങ്ങൾ എവിടെ? നാഥ, അങ്ങയുടെ ദാസരുടെ അപഹാസ്യത ഓർക്കണമേ. ഞാൻ നെഞ്ചേറ്റുന്ന അത് സകല ഭീമ ജനതകളിൽ നിന്നുള്ളതാകുന്നു. കർത്താവെ, അങ്ങയുടെ ശത്രുക്കൾ അവരെ അപഹസിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ പിന്നണികളെ അവർ അപഹസിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ, ആമേൻ. സങ്കീർത്തനം 90. അനശ്വരനായ ദൈവവും നശ്വരനായ മനുഷ്യനും. നാഥ, തലമുറ തലമുറയിൽ അങ്ങ് ഞങ്ങൾക്ക് സങ്കേതമായിരുന്നു. പർവ്വതങ്ങൾ ജാതമാകും മുമ്പേ, ഭൂമിയും ലോകവും അങ്ങ് ജനിപ്പിക്കും മുമ്പേ, അനാദി മുതൽ അനന്തത വരെ അങ്ങ് തമ്പുരാനാണ്. അങ്ങ് മർത്തിനെ പൊടിയിലേക്ക് പിന്തിരിപ്പിക്കുന്നു. മനുഷ്യമക്കളെ പിന്തിരിവേനെന്ന് അങ്ങ് അരുൾ ചെയ്യുന്നു. എന്തെന്നാൽ അങ്ങയുടെ ദൃഷ്ടികളിൽ 1000 വത്സരങ്ങൾ കടന്നുപോയ ഇന്നലെയും രാത്രിയിലെ ഒരു യാമം പോലെയുമാണ്. അങ്ങ് അവരെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിലെ നിദ്രയാണ് അവർ. പുല്ലുപോലെ അത് മുളച്ചു പൊങ്ങും. പ്രഭാതത്തിൽ അത് നാമ്പിട്ട് മുളച്ചു പൊങ്ങുന്നു. സായന്നത്തിൽ അത് അരിയപ്പെട്ട് ഉണങ്ങിപ്പോകുന്നു. എന്തെന്നാൽ അങ്ങയുടെ കോപത്താലാണ് ഞങ്ങൾ ക്ഷയിച്ചത്. അങ്ങയുടെ ക്രോധത്താലാണ് ഞങ്ങൾ പരിഭ്രാന്തരായത്. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങ് തിരുമുമ്പിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ തിരുമുഖ പ്രകാശത്തിലും. ഞങ്ങളുടെ ദിനങ്ങളെല്ലാം അങ്ങയുടെ ശോഭം നേരിടുന്നു. നെടുവീർപ്പ് പോലെയാണ് വർഷങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കുന്നത്. ഞങ്ങളുടെ ആയുഷ്കാലം അതിൽ തന്നെ 70 വർഷം, ഏറിയാൽ 80 വർഷം. അവയുടെ ഭൂരിഭാഗം അധ്വാനവും ദുരിതവുമാണ്. അത് പറപറക്കും, ഞങ്ങളും പറന്നകലും. അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ഭീകരതാ സമാനമായ അങ്ങയുടെ ക്ഷോഭവും അറിഞ്ഞിട്ടുള്ളതാര്? ഞങ്ങളുടെ ദിനങ്ങൾ ശരിക്കും എണ്ണാൻ അറിവ് പകരണമേ. അങ്ങനെ ഞങ്ങൾ ജ്ഞാനചിത്തരായി ഭവിക്കാനിടയാകട്ടെ. കർത്താവെ, മടങ്ങി വരണമേ. അത് എന്നത്തേക്ക്? അങ്ങയുടെ ദാസരുടെ മേൽ സമാശ്വാസം ചൊരിയണമേ. എല്ലാ ദിനങ്ങളിലും ഞങ്ങൾ ആരവം മുതിർത്ത് സന്തോഷിക്കേണ്ടതിന് അങ്ങേ കാരുണ്യം കൊണ്ട് പ്രഭാതത്തിൽ ഞങ്ങളെ സംതൃപ്തരാക്കണമേ. അങ്ങ് ഞങ്ങളെ എളിമപ്പെടുത്തിയ ദിനങ്ങൾക്കനുസൃതം, ഞങ്ങൾ ദുരിതം കണ്ട വർഷങ്ങൾക്കനുസൃതം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കളുടെ മേൽ അങ്ങയുടെ പ്രാഭവവും വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ദൈവമായ നാഥന്റെ പ്രസന്നത ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. ഞങ്ങളുടെ കരവയിലെ ഞങ്ങൾക്കായി സുസ്ഥിരമാക്കണമേ. ഞങ്ങളുടെ കരവയിലെ തന്നെ സുസ്ഥിരമാക്കണമേ. സങ്കീർത്തനം 91. കർത്താവിൻ്റെ സംരക്ഷണം.
അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലിൽ രാപ്പാർക്കുന്നു. എൻ്റെ സങ്കേതമേ, എൻ്റെ ദുർഗമേ, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമേ എന്ന് അവൻ കർത്താവിനോട് പറയും. അവിടുന്ന് നിന്നെ വേടിൻ്റെ കിണിയിൽ നിന്നും മാരണങ്ങളുടെ വസന്തയിൽ നിന്നും നിശ്ചയമായി മോചിപ്പിക്കും. തൻ്റെ തൂവലിനുള്ളിൽ അവിടുന്ന് നിനക്ക് സംരക്ഷണമേകും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നീ അഭയം കണ്ടെത്തും. അവിടുത്തെ വിശ്വസ്തത പരിചയം കവചവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയോ നട്ടുച്ചയ്ക്ക് ആക്രമിക്കുന്ന വസന്തയെയോ നീ പേടിക്കേണ്ട. 1000 നിന്റെ പാർശ്വഭാഗത്ത് വീണേക്കാം, 10,000 നിന്റെ വലതുഭാഗത്തും, എങ്കിലും അത് നിന്റെ അടുത്തെത്തുകയില്ല. നിന്റെ ദൃഷ്ടികൾ കൊണ്ട് നിരീക്ഷിച്ചാൽ മതി. ദുഷ്ടരുടെ പ്രതിഫലം നീ കാണും. എൻ്റെ സങ്കേതമായ അത്യുന്നതനായ കർത്താവിനെ, നിന്റെ വസതിയെ നീ പ്രതിഷ്ഠിച്ചതുകൊണ്ട് തിന്മ നിനക്ക് വന്നു ഭവിക്കുകയില്ല. ബാധ നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. നിന്റെ വഴികളിലെല്ലാം നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിനക്കായി തന്റെ മാലാഖമാരോട് കൽപ്പിച്ചിട്ടുള്ളതിനാൽ നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കരതലത്തിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടിമെതിക്കും. എന്നോട് മമതയിലായതിനാൽ ഞാൻ അവനെ രക്ഷപ്പെടുത്തും. എന്റെ നാമം അറിയുന്നതിനാൽ ഞാൻ അവനെ സുരക്ഷിതനായി ഉയരത്തിലിരുത്തും. അവനെന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളുകയും ചെയ്യും. കഷ്ടതയിൽ അവനോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ അവനെ പിടിച്ചുയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ആയുർദൈർഘ്യം കൊണ്ട് ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ആസ്വദിക്കാൻ ഞാൻ അവനെ ഇടയാക്കും. സങ്കീർത്തനം 92. നീതിമാൻ സന്തോഷിക്കുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുന്നതും അത്യുന്നത അങ്ങേ നാമം പ്രകീർത്തിക്കുന്നതും ഉത്തമമല്ലോ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യവും രാത്രികളിൽ അങ്ങയുടെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും അങ്ങനെ തന്നെ. ഇത് ദശതന്ത്രീനാദവും വീണാനാദവും കിന്നരത്തിലെ സംഗീതനാദവും കൊണ്ടത്രേ. എന്തെന്നാൽ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി മൂലം അങ്ങനെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ കരവേലകൾ മൂലം ഞാൻ ആരവം മുതിർക്കുന്നു. കർത്താവേ, അങ്ങയുടെ വേലകൾ എത്ര മഹനീയമായിരിക്കുന്നു. അങ്ങയുടെ പദ്ധതികൾ വളരെ അഗാധമാണ്. ബുദ്ധിഹീനൻ ഇതറിയുന്നില്ല, ഭോഷൻ ഗ്രഹിക്കുന്നുമില്ല. ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നെങ്കിൽ, ദുഷ്കർമ്മികളെല്ലാം പച്ചപിടിക്കുന്നെങ്കിൽ അതെന്നേക്കുമായി അവർ നശിപ്പിക്കപ്പെടാനാണ്. എന്നാൽ കർത്താവേ, അങ്ങ് എന്നേക്കും ഉന്നതനാണ്. കർത്താവേ, ഇതാ നിശ്ചയമായും അങ്ങയുടെ ശത്രുക്കൾ നശിക്കും. ദുഷ്കർമ്മികളെല്ലാം ചിതറിക്കപ്പെടും. എന്നാൽ അങ്ങ് കാട്ടുപോത്തിൻ്റെതുപോലെ എൻ്റെ കൊമ്പുയർത്തി. പരിക്ഷീണനായ ഞാൻ തൈലം കൊണ്ട് ഉന്മേഷവാനായി. എനിക്കായി പതിയിരിക്കുന്നവരെ എൻ്റെ കണ്ണു വീക്ഷിച്ചു. എനിക്കെതിരെ ദുർവൃത്തർ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് എൻ്റെ ചെവികൾ കേട്ടു. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളർന്നു പൊങ്ങും. കർത്താവിൻ്റെ ഭവനത്തിൽ പറിച്ചു നടപ്പെടുന്നവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ പുഷ്പിക്കുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ പുഷ്ടിയുള്ളവരും ഉന്മേഷമുള്ളവരുമായിരിക്കും. എൻ്റെ പാറയായ കർത്താവ് പരമാർത്ഥതയുള്ളവനാണ്. അവിടുന്ന് തിന്മയില്ല എന്ന് പ്രഘോഷിക്കാൻ തന്നെ.